എല്ലാവരെയും പോലെയുള്ള ആദ്യത്തെ ആവശ്യത്തിൻ്റെ പുറത്ത് തന്നെ 6 മണിയാകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ 6 മണിക്ക് എഴുന്നേക്കാൻ ആദ്യമൊക്കെ ചില ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. കാര്യം 6 മണി ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്നാലും അങ്ങനെ എഴുന്നേറ്റ പാടെ പിന്നെ നോക്കിയത് പല്ലുതേപ്പം മറ്റുമായിരുന്നു. ഞാനീ ആരെയും നോക്കണമെന്നല്ലേ, ഞാനീ നോക്കണം നമ്മുടെ കുരിപ്പിനെയാണ്. അത് കിടന്നുറങ്ങുന്നുണ്ടേ, അതിനും കൂടെ നോക്കണ്ടേ. അപ്പോൾ പല്ലുതേപ്പൊക്കെ കഴിഞ്ഞു. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ വന്നു. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് പള്ളി പോയേക്കാൻ നോക്കും. നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലേ, ആദ്യം തന്നെ പള്ളി പോകുക എന്നുള്ളതാണല്ലോ ചെയ്യേണ്ടത്. ഒരു ദൈവത്തിൻ്റെ പിന്തുണ അത് ആർക്കാ വേണ്ടാത്ത. അതുകൊണ്ട് തന്നെ ദൈവത്തിന് കട്ട കുടിക്കാൻ നോക്കി. ഞാൻ ഒരുങ്ങി കഴിഞ്ഞതേ നോക്കുന്നു, നമ്മുടെ കുരിപ്പ് കിടന്നുറങ്ങുന്നു. കുരിപ്പ് അവൻ്റെ അപ്പനെ പോലെ തന്നെ കമന്നടിച്ച് കിടന്നുറങ്ങുള്ളൂ. ഇതാണ് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പൊസിഷൻ. കണ്ടോ, എന്താ രസം കിടക്കുന്നത് കാണാൻ. അപ്പോൾ പിന്നെ ഇവനെയും കൂടെ ഒന്ന് ഒരുക്കിയേക്കാം. ഈ കിടക്കണ കിടപ്പിൽ തന്നെ അവനെ ഞാൻ ഒരുക്കി എടുത്തിട്ടുണ്ട്. അതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല, നല്ല ഉറക്കത്തില്ല. അവനിപ്പോഴൊന്നും എഴുന്നേക്കാറില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി കഴിഞ്ഞു. ഇനി ഞങ്ങൾ പള്ളിയിലോട്ട് പോകുകയാണ്. നിങ്ങളൊപ്പം പോരി. പള്ളിയിലോട്ട് പോകുന്ന വഴി എല്ലാ കാഴ്ചയും കാണാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവൻ എഴുന്നേറ്റ്. അവൻ്റെ ചിരി കണ്ടോ, അവൻ ആ ചിരിയും കൊണ്ട് ഞങ്ങൾ പോവുക. ഇനി പോണ വഴിയിൽ എല്ലാ കാഴ്ചയും കാണാം, കുളങ്ങളും മറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്കെല്ലാം കണ്ടുകൊണ്ട് പോകാം. കുളമല്ല, ഇതൊക്കെ ഒരു കായലായിരുന്നല്ലേ, വിട്ടുപോയി. പിന്നെ അതെ സൂര്യോദയം ചെറുതായിട്ടൊക്കെ ഉണ്ട്. കണ്ടു, ആ സമയത്ത് എത്ര ചേച്ചിമാരാണ് ജോലിക്ക് പോകുന്നത്. ഞങ്ങൾ വീണ്ടും പോകുമ്പോഴും അവിടെ കാണുന്നുണ്ടായി. അങ്ങനെ നമ്മൾ പള്ളിയിൽ തുടങ്ങിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ പള്ളിയിൽ ഇത്രയും നേരത്തെ എത്തുന്നത്. അവനെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ ഇവിടെ നടക്കുന്നത്. അവന് ഈശ്വരൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഈ നോട്ടം. പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്മാമ്മയുടെ കുഴിക്കലും പോയി. അമ്മാമ്മയോട് ഒന്ന് പറയണമല്ലോ. അമ്മാമ്മയോടൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീണ്ടും അവൻ്റെ ചിരി, എന്താ രസമല്ലേ. ഇതാണ് ഞങ്ങളുടെ വീട്, പനക്കപ്പറമ്പിൽ. അതാണ് ഞങ്ങളുടെ വീട്ടുപേര്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എൻ്റെ പനക്കത്തിയുടെ വീടെന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണ്. പനക്കപ്പറമ്പിൽ, അത് തന്നെ കാരണം. ഇനി നമുക്ക് അമ്മച്ചിനെ പരിചയപ്പെടാം. അമ്മച്ചി കാര്യമായിട്ട് ഏതാണ്ടൊക്കെ ഉണ്ടാക്കുക. രാവിലത്തെ ചപ്പാത്തിയുടെ പരിപാടിയൊക്കെയാണ് അമ്മച്ചി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റെല്ല അമ്മച്ചി. കുഞ്ഞുമുളന്നുണ്ട്. ഇത് നമ്മുടെ ചെലുവീര് കണ്ടത് ഓടിക്കളഞ്ഞു. ഇനി നമുക്കൊരു ചായ കുടിച്ചിട്ടാകാം ബാക്കി പരിപാടി. ചായയും കൊണ്ട് വാതിക്കെ പോയിരുന്നു കുടിക്കുക, അത് വേറൊരു വൈബാണ് അല്ലേ. ഈ വൈബ് ഇഷ്ടപ്പെടുന്നവർ ആരൊക്കെയുണ്ട്. ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ അടുക്കളയിലോട്ട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചപ്പാത്തി അമ്മച്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി നമ്മൾ മുട്ടക്കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ മുട്ടക്കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു പിടിച്ച് മുട്ടക്കറി ഉണ്ടാക്കുക, അതാണ് ഇനി നമ്മുടെ അടുത്ത ടാസ്ക്. മുട്ടക്കറി ഇന്ന് ഗ്രേവിയായിട്ട് വെക്കുമെന്നാണ് ചില്ലു എന്നോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രേവിയായിട്ട് വെക്കാനാണ് പ്ലാൻ, ചാറില്ലാതെ ഗ്രേവിയായിട്ട് മാത്രം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ ചെയ്യുന്നത്. ചില്ലുവിനെ എന്ന് പറഞ്ഞില്ലല്ലോ, ചില്ലു എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ കൊച്ചാണേ. അപ്പോൾ നമുക്കിനി മുട്ടക്കറി വെക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യാം. അതിനാദ്യം തന്നെ ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക എന്നുള്ളതാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പിന്നെ ചെയ്യുന്നത് മുട്ട എണ്ണയിലിട്ടൊന്ന് മുരിപ്പിക്കും. അതിന് ശേഷമാണ് ഞാൻ സവോളയ്ക്ക് ഇടുക. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കർ ഷോ ഇല്ലല്ലോ, ഡേ ഇൻ മൈ ലൈഫല്ലേ നടത്തുന്നത്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഇച്ചിരി ഫാസ്റ്റാക്കി പോവുകയാണ്. കാര്യം ചില്ലുവിന് ക്ലാസ്സിൽ പോകാനുള്ള നേരം ഓൾറെഡി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ഫാസ്റ്റാക്കി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ചപ്പാത്തി മുട്ടക്കറിയുടെയും പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ബേബിക്ക് ഫുഡ് കൊടുക്കാൻ നോക്കാം. അതെന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ഈ കസേരയിൽ ഇരിക്കുന്നത് പോലും അവന് ഇഷ്ടമല്ല. അത് അവൻ്റെ മുഖത്തൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കാരണം ഈ കസേരയിൽ ഇരിക്കുമ്പോൾ തന്നെ അവന് മനസ്സിലാകും ഫുഡ് കൊടുക്കാനാണെന്ന്. ഞാൻ അതിനായിട്ട് അവന് ഓരോന്നൊക്കെ കാണിച്ച് എങ്ങനെയെങ്കിലൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടി ആ കസേരയിൽ ഇരുത്തുന്ന ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരച്ചിലുകൾ കൊടിവ് ചിരിയായി. ഞങ്ങൾ കുളിച്ച് വരുമ്പോഴേ ഇതേമാതിരി പതുങ്ങി എൻ്റെ മേത്ത് കിടക്കും. പിന്നെ ഈ ചെറുക്കനൊന്ന് തുടച്ച് എടുക്കുമ്പോഴേക്കും ഞാൻ വീഡിയോ നോക്കുന്നു പറയുമ്പോൾ വീഡിയോ നോക്കി പിന്നെയും ചിരിയാണ്. ഏത് സമയത്ത് പണി കഴിഞ്ഞ് വന്നാലും അപ്പിച്ചിക്ക് ഒരു ഗ്ലാസ് ചായ അത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ആ ചായ വെക്കാനാണ് ഇനി നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു കപ്പിലാക്കി അപ്പിച്ചിക്ക് കൊണ്ട് കൊടുക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പിച്ചിക്ക് ചായ കൊണ്ട് കൊടുക്കുമ്പോൾ അതേ നമ്മുടെ കുരിപ്പ് അപ്പിച്ചിയുടെ അടുത്ത് കയറി കളിക്കുക, കൊണ്ട കളി തന്നെ. അപ്പിച്ചിയുടെ പാക്കറ്റിൽ നിന്ന് എന്തൊക്കെയോ എടുക്കാൻ നോക്കുന്നു. അങ്ങനെ ആ കൂട്ടനെ ഉറക്കി. ഇവൻ ഉറങ്ങുമ്പോൾ തന്നെ നമ്മുടെ പകുതി പണി തീരുന്നു. അതേ ഉണർന്നു കൊട്ടി കൊടുത്തത് അവൻ ഉറങ്ങി. അവൻ്റെ ഫേവറേറ്റ് പൊസിഷനിൽ തന്നെ അവൻ കിടക്കുള്ളൂ, അതിൽ യാതൊരു മാറ്റവുമില്ല. ഇനി നമുക്ക് ഫുഡ് കഴിക്കുക. അപ്പോൾ ഞാൻ ഫുഡിന് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയതെങ്കിലും അപ്പിച്ച് രാവിലെ വന്നപ്പോൾ പൊറോട്ട കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ ഈ മുട്ടക്കറി പൊറോട്ടയായിട്ട് കഴിക്കുന്നതിൽ ഇച്ചിരി കൂടെ നല്ലതെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പിന്നെ പൊറോട്ട കഴിക്കാൻ തുടങ്ങി. പൊറോട്ടയും മുട്ടക്കറിയും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുകയില്ല, വളരെ നല്ലതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഇങ്ങനെ പോയി പുറകു വശത്തോട്ട് നോക്കി നിൽക്കുന്ന അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കി നിൽക്കേ. അപ്പോൾ ഇന്ന് ചേച്ചിയും പിള്ളേരും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയിട്ട് പെരടകം തൂക്കുന്നോ അതോ പെരടകം തൂത്തിട്ട് ഫുഡ് ഉണ്ടാക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുക. അപ്പോൾ എന്തായാലും ഫുഡ് തന്നെ ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ അതിനായിട്ട് പീച്ചിങ്ങായും ചെമ്മീനും കൂടെ ചാറ് വെക്കാൻ നോക്കും. അങ്ങനെ പിന്നെ ഞാൻ പീച്ചിങ് അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പീച്ചിങ് എന്ന് പറയുന്നത് എൻ്റെ ചേട്ടന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പച്ചക്കറിയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ അപ്പിച്ചിക്കും പീച്ചിങ് ഇഷ്ടമാണ്. അതും പീച്ചിങ്ങും ചെമ്മീനും കൂടെ ചാറ് വെക്കുന്നത് ചേട്ടന് ഏറെ ഇഷ്ടമുള്ളൊരു കറിയാണ്. ആഹാ ശുഭം, ആവുകുട്ടനുണർന്നു, ഇനി ഒന്നും നടക്കില്ല. എന്നാലും ഞാൻ അവൻ എന്തെങ്കിലുമൊക്കെ കോമിക്ക് കാണിച്ചിരുത്താൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്പൂണിൽ അവൻ ഒതുങ്ങി. ആ സ്പൂണിൽ ഒതുങ്ങിയ നേരം കൊണ്ട് ഞാൻ എൻ്റെ അടുത്ത പരിപാടിയൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ മിക്സി ഓണാക്കുന്നത് പക്ഷേ അവൻ ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മിക്സി ഓണാക്കുമ്പോഴേക്കും അവനെ ഓരോന്നൊക്കെ വിളിച്ച് അവിടെ ഇരുത്തുക.
അടുത്തതായിട്ട് നമുക്ക് ഇനി പീച്ചിങ്ങ കറി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ചില കോമിക്കുകൾ അവന് വേണ്ടി കാണിച്ചു കൂട്ടുന്നുണ്ട്. അതുകൂടാതെ അവൻ എടുത്തുകൊണ്ടും ചില കോമിക്കുകൾ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും എൻ്റെ മകനും കൂടെയുള്ള ചില സമയങ്ങൾ അവനെ ഓരോന്ന് കാണിച്ച് അവിടെ അവനെ കളിപ്പിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടും അവൻ ചിരിക്കുന്നില്ല. അവൻ പപ്പയുടെ മകനാണ്. കൊടുക്കാൻ എനിക്കൊരു ചിരി തന്നു. പിന്നെ ഞാൻ അപ്പച്ചിനെ ഇവനെ ഏൽപ്പിച്ചതിന് ശേഷം ബാക്കി പരിപാടി തുടങ്ങി. അങ്ങനെ നമ്മുടെ പീച്ചിങ്ങ കറി റെഡിയായി. അടുത്ത ഇനി നമുക്കൊരു മീൻകറി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു കൂട്ടി അങ്ങോട്ട് അടുപ്പിലോട്ട് എടുക്കുകയാണ്. മീൻകറി വെക്കുക അത് ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല, എന്നാലും തട്ടിക്കൂട്ടി മീൻകറി എന്ന് പറയുമ്പോൾ ഇത്ര ബോറാകുമെന്ന് ഞാൻ ഓർത്തില്ല. കാരണം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എണ്ണയില്ലെന്ന് പറഞ്ഞാൽ പക്ഷേ എണ്ണ ഒഴിച്ചത് ചൊരിഞ്ഞ് കിടന്ന എണ്ണ. ആ എണ്ണ നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി അടുത്ത് നമുക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കാം. ഇത്രയേറെ കറി ഉണ്ടാക്കണം എന്താണെന്നല്ലേ, നമ്മളങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ആർഭാടത്തിന് കുറേ കറി ഉണ്ടാക്കി വെക്കും. അതേമാതിരി ഞാനും കുറേ കറി ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മുടെ ഇവിടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രമൊക്കെ ഒന്ന് കഴുകണം. ഈ പാത്രം ഒന്ന് കഴുകി കഴിയുമ്പോൾ അടുക്കളയിലെ പണി ഏകദേശം കഴിയും. അപ്പോൾ ഞാൻ ഇനി പാത്രമൊക്കെ കഴുകി മാറ്റാൻ പോവുകയാണ്. കൂടെ വീണ്ടും കരച്ചിൽ തുടങ്ങി. അവനെ ഞാൻ ഈ വണ്ടിയെ ഉന്തിക്കൊണ്ട് നടക്കുക. ഇതെങ്ങോട്ടാണെന്നല്ലേ, നമുക്ക് ചെറിയൊരു ഗസ്റ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഗസ്റ്റ് അല്ല കേട്ടോ, ഇത് വീട്ടിൽ നിന്ന് അപ്പായാണ്. അപ്പോൾ ഇഞ്ചിന മറ്റേ എടുക്കാനായിട്ട് സംഘത്തിൽ വന്നവരാണ്. ആ കൂട്ടത്തിൽ വീട്ടിലൊരു മെഷീൻ എൻ്റെ ഇരിപ്പുണ്ട്, അതെനിക്ക് തന്നിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോഴേക്കും പാത്രമൊക്കെ കഴുകി അടുക്കള അങ്ങോട്ട് ക്ലീനാക്കി. അടുക്കളയിൽ ഏകദേശം പണി തീർന്നു. അപ്പോഴേക്കും അപ്പാ പോകുന്നു. അത് കാരണം ആബുവിൻ്റെ മുഖത്ത് ഈ സങ്കടം. അപ്പാണ് നോക്കി നിൽക്കുക. അപ്പാ ചോദിക്കുന്നുണ്ട്, നീ വന്നേണ്ട, തയ്ക്കാൻ വന്നേണ്ട, ടാറ്റ എന്നൊക്കെ അപ്പ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആബുക്കുടനി സങ്കടം തന്നെ. അപ്പാടെ കൂടെ പോകാനുള്ള നോട്ടമാണ് ഈ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ഒതുക്കലും തൂക്കലൊക്കെ ആയിട്ട് പോകാം. വീട്ടിൽ ഏതെങ്കിലും ഒരു ഗസ്റ്റ് വന്നെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇതുപോലെ തന്നെ ഒതുക്കലും തൂക്കലും പെറുക്കലും എല്ലാം ഉണ്ടാകും. അതേപോലെ ചെറിയൊരു തൂക്കലും പിടിക്കലൊക്കെയാണ്. അങ്ങനെ നമുക്ക് പെരടൊക്കെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിടണം. അങ്ങനെ ഞാൻ പെരടവും എല്ലാം ക്ലീനാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ആബുവിന് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു ടാസ്ക് ഞാൻ പൂർത്തീകരിച്ചു. അപ്പോഴേക്കും തന്നെ അവൻ ഉറങ്ങിയിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവനെ ഉറക്കി കിടത്തിയ നേരം കൊണ്ട് വേഗം പോയി ഒരു കുളിയും പാസ്സാക്കി ഫുഡും കഴിച്ചു. ഉച്ചയൂണിന് ശേഷം മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് ഉറക്കം തന്നെയായിരിക്കും. എന്നാൽ ഞാനങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. കാര്യം എനിക്ക് രാത്രി ഉറക്കം കിട്ടില്ല. അതുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ച് ഇങ്ങനെ പുരാണവും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കും. അപ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചേച്ചി. ഇത് ചേച്ചിയുടെ മൂത്ത മകളാണ് മാലു. ചേച്ചിയുടെ വിഷയമെന്നാണ്. ഇവരൊക്കെ തന്നെയാണ് വീട്ടിൽ ഓളം ഉണ്ടാക്കുന്നത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ കാപ്പി കുടിയായിരുന്നു. ഇന്ന് ഉണ്ടായിരുന്നത് പപ്സും ചായയുമായിരുന്നു. അത് ചേച്ചി വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നത്. ഇനി രാത്രിത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടിയാണ്. ഞങ്ങൾക്കുള്ളതെല്ലാം തന്നെ ഉച്ചക്കത്തേതുണ്ട്. ഞാൻ ആബുവിന് വേണ്ടിയുള്ള ഫുഡിൻ്റെ പരിപാടിയാണ് നോക്കുന്നത്. അതിനിടയ്ക്ക് ചേച്ചിയായിട്ടുള്ള വർത്തമാനവും നടപ്പുണ്ട്. അങ്ങനെ അവൻ്റെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അവന് കൊടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. അയ്യടാ എന്തൊരു ചിരിയാ. അപ്പോൾ ഇവനെ ഇനി ഉടുപ്പിട്ട് റെഡിയാക്കിയതിന് ശേഷം എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഇതെവിടെയാണെന്നല്ലേ, ഡാൻസ് പഠിക്കാൻ വേണ്ടി. ഞങ്ങളുടെ പള്ളിയിൽ ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ട് ക്രിസ്മസിന്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ചെറിയ പ്രാക്ടീസുകളാണ്. ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഉച്ചക്കത്തെ കറി തന്നെയാണ്. അപ്പോൾ ഞാൻ മീൻകറി എടുത്തില്ല, ബാക്കിയെല്ലാം എടുത്തു. അപ്പോൾ എന്നോട് വർത്താനം പറഞ്ഞ് ചില്ലുവും മാലുവും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോട് വർത്താനം പറഞ്ഞ് ഭക്ഷണം അങ്ങോട്ട് കഴിച്ചു. പിന്നെ ഞങ്ങൾ ക്രിസ്മസിന് തിനയിടാനുള്ള കുറച്ച് സെറ്റപ്പുകളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അമ്മച്ചിയും പിള്ളേരൊക്കെ കൂടെ മരുന്നൊക്കെ എടുത്ത് റെഡിയാക്കിയായിരുന്നു. ഇനി അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക, അതിനുശേഷം തിനയിടുക. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് മേലും കഴുകുക. ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ എൻ്റെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ പനക്കത്തിയുടെ വീട്ടിലെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ശുഭരാത്രി. ബൈ.